എനിക്ക് ആഹാരം കൈകൊണ്ട് തൊടാൻ പോലും തോന്നില്ല സാറേ. എൻ്റെ മോക്ക് എന്നെ കാണണമെന്നുള്ള അവസാനത്തെ ആഗ്രഹം പോലും നടത്തിക്കാതെ പോയതാ. ഏതമ്മയ്ക്കാ ഭക്ഷണം ഇറങ്ങുന്നത്? ഇറങ്ങത്തില്ല. എൻ്റെ മോൻ പോയിട്ട് വേണം എനിക്കൊന്ന് പൊട്ടിക്കരയാനാ. ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതില്ലേ സഹിക്കത്തില്ല സാറേ. അത്രത്തോളം സ്ട്രഗിൾ ചെയ്താൽ ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. ലോകത്തൊരു മനുഷ്യരിത്ര ഞാൻ ആരോടും പറയത്തില്ല. ഞാൻ എല്ലാവരെയും മുമ്പിൽ ചിരിച്ച് ചിരിച്ച്, എൻ്റെ മക്കളും അതുപോലെ എല്ലാം ചിരിച്ച് ചിരിച്ച് നേരിട്ട്. ഇപ്പം പെൺപിള്ളേർ കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞതിനകത്ത് നമ്മൾ കുറ്റം പറയാനൊക്കത്തില്ല. അവർ പേടിച്ചു പോയി ജീവിതം. പോയിരുന്നു കുഞ്ഞിന്റെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഇനിയുള്ള കേസിന്റെ കാര്യം ഇനി അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടോ? വേണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മരുമോന് ഇത്രയും ചെയ്തെങ്കിലും ഞാൻ 3-ാം സ്ഥാനേ കൊടുക്കത്തുള്ളൂ. പക്ഷേ എനിക്ക് 1-ാം സ്ഥാനം അച്ഛനും ശിക്ഷിക്കാൻ ഒരു നിയമവും ഇല്ല. അവിടെ ഒന്നുമില്ല, ഇവിടെയില്ല. അവരതിനകത്ത് ഇൻവോൾവ് അല്ലല്ലോ. അവൻ ത്രൂ അല്ലേ എല്ലാം ചെയ്യുന്നത്. അല്ല, അവര് അത്ര ത്രൂ ഒന്നും അല്ല. അവൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ആളുണ്ട്. പക്ഷെ ഞാനതത്ര ആരോടും പറഞ്ഞതൊന്നുമില്ല. മക്കളിലേക്കും പറഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് ആരും അറിയത്തില്ല. ഈ പ്രശ്നം ഇങ്ങനെ എൻ്റെ മോള് ചെയ്തില്ലെങ്കിൽ ഇത് ആരും അറിയത്തില്ലായിരുന്നു. ഞാൻ ലേക്ക് ഷോറിലോട്ട് എനിക്ക് പെറ്റ് സ്കാൻ ചെയ്യണമായിരുന്നു. അതിന് പോകാനിരുന്നപ്പോഴാണ് ഇതെല്ലാം ആയത്. എനിക്ക് ആഹാരം കൈകൊണ്ട് തൊടാൻ പോലും തോന്നില്ല സാറേ. എൻ്റെ മോക്ക് എന്നെ കാണണമെന്നുള്ള അവസാനത്തെ ആഗ്രഹം പോലും നടത്തിക്കാതെ പോയതാ. ഏതമ്മയ്ക്കാ ഭക്ഷണം ഇറങ്ങുന്നത്? ഇറങ്ങത്തില്ല. എൻ്റെ മോൻ പോയിട്ട് വേണം എനിക്കൊന്ന് പൊട്ടിക്കരയാനാ. അവൻ്റെ മുമ്പിൽ ഞാൻ പിടിച്ചു നിന്നേ പറ്റൂ. കാര്യം അത്ര സ്നേഹമായിരുന്നു അവർ തമ്മിൽ. പോകുന്ന ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല സാറേ. അതല്ലേ, അമ്മയും സഹോദരനും അറിയരുത്. എൻ്റെ അമ്മയും ചേട്ടനും അറിയില്ല. എൻ്റെ അമ്മയും ചേട്ടനും അറിയരുത്. താങ്ങാനൊക്കത്തില്ല. എൻ്റെ ചേട്ടൻ അതേ കണക്കാണ് എന്നെ നോക്കിയതും. വിവാഹം കഴിച്ച് വിട്ടിട്ടും ആ ചേട്ടനൊരു മനസ്സമാധാനം കിട്ടത്തില്ലെങ്കിലോ എന്ന് കൂട്ടുകാരിക്ക് അയച്ച മെസ്സേജിനകത്ത് അവരെനിക്ക് അയച്ചതെന്ന്. എൻ്റെ മോൻ തകർന്നു പോയി ആ നിമിഷം. ആങ്ങളെയാണ് ഞങ്ങളെ സംരക്ഷിച്ചത്. അവനാണ് ഞങ്ങൾക്കെല്ലാം. അവനാണ് ഞങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും തന്ന് ഇത്രയും നാളാക്കിയത്. ഞാൻ പറഞ്ഞില്ലേ, എൻജിനീയറിങ് പാസ്സായിട്ട് ഒരു പകല് മൊത്തമുള്ള ഉച്ചവരെയുള്ള മഴയും ഉച്ചവരെയുള്ള വെയിലും വൈകിട്ട് വരെയുള്ള മഴയും നനഞ്ഞ് റിഫൈനറിയുടെ വാതിലിൽ നിന്നപ്പോൾ സെക്യൂരിറ്റിക്ക് സഹതാപം തോന്നിയ മോന് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് അമ്മയുടെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോകാൻ കാർഡ് ഉണ്ടെങ്കിലേ അവിടെ കയറ്റാൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് കയറ്റിയതാണ്. അത്രത്തോളം എൻ്റെ മോൻ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ഈ 38 വയസ്സാകുമ്പോൾ നീ ജീവിതത്തിൽ സുഖം എന്തെന്ന് എൻ്റെ മോൻ അനുഭവിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതില്ലേ സഹിക്കത്തില്ല സാറേ. അത്രത്തോളം സ്ട്രഗിൾ ചെയ്താൽ ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. ലോകത്തൊരു മനുഷ്യരിത്ര ഞാൻ ആരോടും പറയത്തില്ല. ഞാൻ എല്ലാവരെയും മുമ്പിൽ ചിരിച്ച് ചിരിച്ച്, എൻ്റെ മക്കളും അതുപോലെ എല്ലാം ചിരിച്ച് ചിരിച്ച് നേരിട്ട്. ഇത് ഞങ്ങളെ തറവാടായിരുന്നു. അത് അണ്ണന് കൊടുത്തതാണ്. അണ്ണനും വൈഫും മരിച്ചുപോയി. അവർ രണ്ടുപേരും അവർക്ക് ക്യാൻസറായിരുന്നു. അവർ രണ്ടുപേരും മരിച്ചു. ഇപ്പം മോന്, അണ്ണൻ്റെ മോൻ. അതവൻ്റെ ഒരു വാശിയായിരുന്നു. അങ്ങനെ അന്നേരേ പറഞ്ഞ്
കാര്യം അവൾ ഇത്രയും ആമ്പിള്ളേരിരിക്കുക, അവളൊരു പെങ്കൊച്ച്, അവളായിരുന്നു ഇവർക്കൊക്കെ എല്ലാം. കാര്യം അവളങ്ങനെ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കത്തില്ല. തുള്ളിച്ചാടി ഇവരെ കൂടെ ഇപ്പം അവളെ വഴക്കുണ്ടാക്കാൻ ഇവർ 5-6 ആമ്പിള്ളേർ ഇങ്ങനെ തുടർന്നുകൊണ്ട് നിൽക്കും. കാര്യം എൻ്റെ വലിയമ്മച്ചിയുടെ മോൾക്ക് 2 ആൺപിള്ളേരാണ്, അനിയത്തിക്ക് ഒരു മോനാണ്. ഇവിടെ ഒരു മോനും മോളും ഉണ്ട്. അവൾ പിന്നെ ആൾ സൈലൻ്റ്, ആരുമായിട്ടൊന്നും അനങ്ങത്തില്ല. അവൾ ഡോക്ടറാണ്. പക്ഷേ ഇവളേ ഉള്ളൂ എല്ലാവരുമായിട്ട് ഇങ്ങനെ. അവൾ ഡിഗ്രി MBA, PG എടുത്തിരിക്കുന്ന MBA, ഡിഗ്രിക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനായിരുന്നു. നമ്മുടെ ഇവിടുത്തെ കേസ് അറിയാമല്ലോ, നമ്മുടെ വിസ്മയുടെ കേസിൽ അവനിപ്പോൾ പുറത്തല്ലേ. അപ്പം നമ്മുടെ നിയമങ്ങളും എത്രയേ ഉള്ളൂ. എന്തിനും നമ്മൾ ഇപ്പം പെൺപിള്ളേർ കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞതിനകത്ത് നമ്മൾ കുറ്റം പറയാനൊക്കത്തില്ല. അവർ പേടിച്ചു പോയി ജീവിതം. ഇപ്പം നമ്മളത് കഴിഞ്ഞുകൊണ്ട് അതുല്യടത്ത് കണ്ടില്ലേ, ഷാർജയിൽ തന്നെ. അതിൻ്റെ പിറ്റേന്ന് കണ്ട് ഒരു ഡോക്ടർ കണ്ടില്ലേ. ഇവരെല്ലാം ഉള്ളിൽ ഒതുക്കി അഭിമാനം പൊതിഞ്ഞതിൻ്റെ പോരാട്ടം തുടരട്ടെ. അമ്മ നീതി നേടിയെടുക്കാൻ നമുക്ക് എല്ലാ നീതി നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനും ഇതേ കണക്ക് തന്നെ ചെയ്യും. അത്രേ ഉള്ളൂ കാര്യം. പിന്നെ എന്തിനാ മനുഷ്യൻ ജീവിക്കുന്നത്? മക്കളും ഇല്ല, നീതിയും കിട്ടത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കേണ്ടത്? നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കണം? ഈ ഒരു മക്കളെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്നതിനകത്തൊന്നും ഒരു പാടുമില്ലേ? ഈ കുഞ്ഞുങ്ങൾ വളർത്തുന്നതിനൊത്തൊരു പാടുമില്ലേ? എന്നിട്ട് അവരെ കൊണ്ടുവന്ന് കൊല്ലാനങ്ങ് ഇട്ട് കൊടുക്കുക ചെന്നാൽ പിന്നെ എന്തിനാ നിയമവും നീതിയും? ഈ പെൺപിള്ളേർ അമ്മ ഇപ്പൊ പറഞ്ഞ നിലപാട് അല്ല ശരി. അമ്മ അതിനെ ഫൈറ്റ് ചെയ്യണം, ഏത് രീതിയിലും ഫൈറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നിയമം ഒരു പെൺകൊച്ചുങ്ങൾ ഇത്രയും അങ്ങോട്ട് അനുഭവിച്ച് അവസാനം വരെയും പ്രതീക്ഷകൾ വച്ചിരുന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ ആകുമ്പോഴേ അവർക്കറിയാം അച്ഛനമ്മമാർ എത്രത്തോളം കഷ്ടപ്പെട്ട് അവരെ അവിടെ വരെ എത്തിക്കുന്നതെന്നുള്ളത്. അതും ഒരു സിംഗിൾ പേരൻ്റായിട്ട്. അതൊരിക്കലും അവളം കൊച്ചിനുണ്ടാവരുത് എന്നവൾ തീർത്ത് വെച്ചിരുന്ന കാര്യം. അത് പറഞ്ഞെന്നും പറയുന്നവനോട്, ഒരു സിംഗിൾ പേരൻ്റായിട്ട് നമ്മൾ കുഞ്ഞിനെ വളർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ജീവിച്ചാൽ നമ്മൾ 3 പേരും കൂടെ. നീ ഞങ്ങളെ എപ്പോൾ കളയുന്നു അപ്പം ഞങ്ങൾ ജീവൻ കൊടുക്കുമെന്ന് പറഞ്ഞെന്ന് പറയുന്നു. അവനോട് തന്നെ പറഞ്ഞെന്ന് പറയുന്നു. അവിടെ അതാണ് ആ ഒരു സ്ത്രീ ഇനി ആർക്കും, ആ ഒരു സ്ത്രീയും ആ അച്ഛനും ആർക്കും ഇനി ഇങ്ങനൊരു ബലിയാടാവരുത്. അമ്മയില്ലാത്ത വീട്ടിലെല്ലാം അച്ഛനും പെങ്ങളും പറയുന്ന കേട്ട് മാത്രം അങ്ങ് ജീവിക്കുകയാണോ ചെയ്യുന്നത്? കെട്ടുണ്ടായിരുന്നല്ലോ, കെട്ടിക്കണ്ടായിരുന്നല്ലോ. അവൾ പറയുന്നല്ല, ഞാൻ പറയുന്ന കേട്ട് ജീവിച്ചാൽ രക്ഷപ്പെടുമെന്ന്. ഞാൻ പറയുന്ന കേട്ട് എല്ലാത്തിനും ഓർഡറിങ്ങാണ്, എല്ലാത്തിനും ഉണ്ട്. അവളെ ഓഫീസിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ജീവിതത്തിൽ. അവൾ ഒരു 10-18 വർഷമായെന്ന് തോന്നുന്നു ഒരു പ്രൊക്യൂപ്മെൻ്റ് ഓഫീസറാണ്. അവൾ നല്ല ലെവലിലാണ്, പ്രൊക്യൂപ്മെൻ്റ് ഓഫീസർ. അവൾ ഭയങ്കര സെറ്റപ്പാണ്. അതുകൊണ്ടാണല്ലോ അവിടെ കോടിയൊക്കെ വലിയ കോടികളുടെ കാർ ഉപയോഗിക്കുന്നത്. ആരും എനിക്ക് കൂട്ടത്തിലങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അവരാളുകളൊക്കെ നല്ലതാണ് കേട്ടോ. ഈ ഒരു അച്ഛനും മക്കളെ ഉള്ളു ഇങ്ങനെ ആയിപ്പോയത്. നല്ലതാണ്. എൻ്റെ മോളോടും നല്ല സ്നേഹമാണ്. അവരൊക്കെ സാമാന്യം മര്യാദയിട്ട് ജീവിക്കുന്നത്. അവരെ കൂട്ടത്തിൽ ഇവരെ ഉള്ളായിരുന്നു റെയിൽവേ പുറമ്പോക്കൊക്കെ ജീവിച്ചവർ. അതിൻ്റേതായ കൾച്ചർ അവർ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പിള്ളേരുമൊക്കെ ഗൾഫിലായതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇവരിപ്പോൾ ഇവിടെ വന്നിട്ടൊരു 3 വർഷം അങ്ങോട്ട് ആയതേ ഉള്ളൂ, ഇവർ ആ റെയിൽവേയുടെ ഇരിക്കായിരുന്നു താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് അത്രയും ഗ്രഹിച്ചുമില്ല. നമ്മളിവിടെ അവർ താമസിക്കുന്നിടം മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ. അവൻ്റെ അമ്മയിരിക്കെ പറഞ്ഞ് എനിക്കിത് തന്നെ മതിയെന്ന്. അന്നേരം പിന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്നത് ഉറപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എന്നാൽ ഇവനെ പഠിക്കാനുള്ള സമയങ്ങൾ ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ 1 വർഷം കഴിഞ്ഞാൽ തോന്നുന്നു ഇത് ഉറപ്പിച്ചിട്ട് കല്യാണം നടക്കുന്നത്. അവന് പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു, കാരണം ഈ ബുദ്ധിയുള്ള കുട്ടിയുമായിരുന്നു. ഒരു കാര്യമുണ്ട്, അന്നേരം ഇല്ല പണ്ട് പറയുന്ന കണക്ക് കല്യാണത്തിന് മുമ്പല്ലേ ചക്കര പൊന്നെ എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷേ അവൾക്ക് എന്നാലും ആ നാത്തൂനെങ്കിലും പഠിക്കാമായിരുന്നു. അതവൾ പറയുന്നത്. എനിക്ക് എൻ്റെ മോൾ അധ്വാനത്തിൽ ഒരു കമ്മലെടുക്കുന്നു. മോൾ ആദ്യമായിട്ട് വരുമ്പം അന്നേരം ഈ പെങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്നു, എൻ്റെ മക്കൾ ഒരു മനുഷ്യൻ്റെ ഒരു രൂപ മേടിക്കത്തില്ല സാർ, അതിൻ്റെ ആവശ്യവുമില്ല. അങ്ങനെയൊക്കെ ജീവിക്കാനായിരുന്നു ഇത്രയും സൗഭാഗ്യമായിട്ട് ജീവിക്കാം. പക്ഷെ നമ്മളൊന്നും ജീവിക്കുന്നില്ല. അവളതിന് മറുപടി അവനോട് പറഞ്ഞെന്ന് പറയുന്നു. അവനന്ന് പെങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്.
അത്ര ചിന്താഗതിക്കാരിയാണ് അവൾ. അവളെ ആ ക്രൂവലായിട്ടുള്ള ഓരോ ചിന്തയുണ്ടല്ലോ, അവളത്ര ചിന്താഗതിക്കാരിയാണ്. ഒരു നിമിഷം പോലും എൻ്റെ മോളും അവനുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കരുത്, ഒരിടത്ത് ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനോ നേരെ മറിച്ച് അവൻ മാത്രം ഫ്രണ്ട്സിൻ്റെ ഫാമിലിയായിട്ട് പോയാൽക്കൊരു വിഷമമില്ല, വിവഞ്ചിയെ കൊണ്ടുപോകരുത്. പിന്നെ അവനും അവൻ്റെ പെങ്ങളും ഫ്രണ്ട്സുകളും ആയിട്ട് പോയാൽ ഒരു വിഷമമില്ല. അവനാണല്ലോ പോകുന്നത്. ഇപ്പം കുറേ നാൾ കൊണ്ടേ അങ്ങനെ പോണേന്ന് പറയുന്നു. ഇതെല്ലാം ഫേസ്ബുക്കുള്ളവർക്ക് കാണാമെന്ന് പറയുന്നത്. എനിക്ക് ഫേസ്ബുക്കില്ല. ഇപ്പം നമ്മൾ ഫേസ്ബുക്കിനകത്ത് വന്ന പോസ്റ്റ് തിരിച്ചെടുക്കാനായിട്ട് നമ്മൾ വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഫേസ്ബുക്കിനകത്ത് വന്നത് ആരൊക്കെയോ സ്ക്രീൻഷോട്ട് അന്നേരം എടുത്ത് വെച്ചു ഉണ്ട്, നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ അല്ലത് അല്ല, അത് മിനിറ്റിനകം ഡിലീറ്റ് ആക്കി കളഞ്ഞു. അപ്പോൾ അവനകത്ത് ആക്സസ് ഉണ്ടായിരുന്നു ആയിരിക്കുമല്ലോ. ഇപ്പം അവളുടെ ഐഫോൺ അത് ഓണാക്കാൻ നോക്കുന്നില്ല. പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അവക്കുള്ള എല്ലാ ഡീറ്റെയിൽസും അവൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളതല്ലേ. അതിനൊക്കെ ആ മിനിറ്റിനകം അത് ഡിലീറ്റ് ആവേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ആ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കണ്ടവരെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച്. അവൾ എത്രത്തോളം ആ ചെറുക്കനെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ ഒരു മറുപടി. പക്ഷേ ഈ ഡിവോഴ്സിലേക്ക് എത്തത്തക്ക വിധത്തിൽ ഇവർ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? പക്ഷെ ഇതിനകത്ത് നമ്മൾ ഒന്നും ചിന്തിക്കാനില്ല സാറേ. കാര്യം ഇവന് പല 1, 2, 3 പെൺപിള്ളേരുണ്ട്. അവളെ ചാറ്റിങ്ങും അവളെ ഫോട്ടോയും സർവ്വതും ഇവളെ കയ്യിൽ കിട്ടി, എല്ലാം കിട്ടി. അവൾ ചോദ്യം ചെയ്തപ്പോൾ ഇനിയും അവൻ ഒരിക്കലും വിവഞ്ചിയുടെ അവന് ഇഷ്ടമുണ്ടെങ്കിലും ഒന്നിച്ച് താമസിക്കാൻ അവനൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇതെല്ലാം അറിഞ്ഞ് ഞങ്ങളെ ഫേസ് ചെയ്യാൻ അവനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു നിമിഷത്തെ അവൻ ചിന്തിച്ച് ആവട്ടെ എന്ന് തന്നെ, അതാവണം, ആവാനായിരിക്കുമല്ലോ സാധ്യത. കാര്യം അവരുടെ തമ്മിലുള്ള എല്ലാ ചാറ്റിങ്ങും അവൾ കണ്ടു. പെങ്ങൾക്ക് സ്വർണ്ണം എടുത്ത് കൊടുക്കുന്നതും പെങ്ങൾക്ക് പണം കൊടുക്കുന്നതും ഈ പെൺപിള്ളേർക്ക് പണം അയച്ചു കൊടുക്കുന്നത്. അപ്പം അന്നേരം അതല്ലേ എൻ്റെ മോനോട് അവൻ്റെ അളിയൻ പറഞ്ഞത്, അങ്ങനൊരു സംഭവം ഉണ്ട്, പക്ഷെ ഞങ്ങളത് പറഞ്ഞു ചൊല്ലി കളഞ്ഞതാണെന്ന്. ഈ നിമിഷം വരെയുണ്ട്, മരിക്കുന്നതിൻ്റെ അങ്ങേ ആഴ്ച വരെയുണ്ട്. കാര്യം അവനും ഇവളും കൂടാണ് നാട്ടിൽ വന്നിരിക്കുന്നത്. പെങ്ങളും കൊച്ചും അവനും ഈ കാമുകി എന്ന് പറഞ്ഞവളും കൂടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ കാമുകിമാരെ വല്ലതും കല്യാണം കഴിക്കാൻ പരിപാടി ആക്കി വെച്ചിട്ടുണ്ടോ? അച്ഛനതും ചെയ്തു കൊടുക്കും, അച്ഛൻ മക്കളും അതും ചെയ്തു കൊടുക്കും. അവരതിനൊന്നും മാറുന്നില്ല. വിഭജിക്ക് മാത്രമേ ഉള്ളൂ അവർക്ക് ഇഷ്ടമില്ലാത്തത്. മോൾ HR നല്ല ജോലിയായിരുന്നല്ലോ. നല്ല ജോലിയായിരുന്നു. അവിടെ അവളെ പറ്റി നല്ല അഭിപ്രായമാണ്. ഒരു മനുഷ്യനെങ്കിലും മോശമായ ഒരു അഭിപ്രായം പറഞ്ഞു. ഈ പറയുന്ന ഇവൻ നിതീഷെങ്കിലും അവളെ സ്വഭാവ ദൂഷ്യം ഉണ്ടെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. അവൻ മരണം വരെയും പറയത്തില്ല, ഇനിയും പറയത്തില്ല. ഈ വിവിധമുള്ള വിഷയം ഉണ്ടെന്ന് എത്ര നാളായിരുന്നു അറിയാൻ തുടങ്ങിയത്? ഇത് ആദ്യം കല്യാണം കഴിഞ്ഞൊരു 2 വർഷമായപ്പോൾ ഈ പെങ്ങളെ ചൊല്ലിയ ഇവനാ പിന്നെ ഇത് ലോക്കറിൻ്റെ താക്കോലും ചൊല്ലിയൊരു പ്രശ്നമുണ്ടായി. അങ്ങനെ അന്നേരം പിന്നെ ഇവൾ 2.5 ലക്ഷം രൂപ ലോൺ അടയ്ക്കാനിട്ടിരുന്നതിനകത്ത് 50,000 രൂപ മൂപ്പലാനെടുത്ത്. അപ്പോൾ അവൾ പറഞ്ഞു ലോൺ അടയ്ക്കാനുള്ള കാശല്ലേ എന്തിനാ എടുത്തത്, അതിൽ ചൊല്ലി വഴക്കുണ്ടായി. അന്നേരം കാണാം അവർ ഗൾഫിലായിരുന്നു തോന്നുന്നു, ഇവിടെ വന്നാന്ന് തോന്നുന്നു വഴക്കിടുന്നത്. വന്ന് അവൾ അതിനെപ്പറ്റി ചൊല്ലി വഴക്കൊക്കെ ഉണ്ടായി. അവന് ഇവർക്ക് ഇത് വേണ്ട എന്നും പറഞ്ഞപ്പോൾ വന്ന് നമുക്ക് വീട്ടിൽ നിൽക്കാൻ എന്തെങ്കിലും മനസ്സന്തരം ആകുമ്പം നമുക്ക് എന്തായാലും ചെയ്യാൻ പറയാം. അപ്പോൾ അവൻ ഉടനെ പറഞ്ഞ് എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷേ വിവഞ്ചിയെ എനിക്ക് വേണം, വിവഞ്ചിയെ നീ തന്നാൽ മതി. നമ്മൾ പറഞ്ഞേ എൻ്റെ സ്വർണ്ണവും പണവും ഇല്ലാത്തത് ഞാൻ അവൻ്റെ പട്ടിയെ പോലെ കിടക്കേണ്ട കാര്യം എടുത്തിരിക്കുന്നത് കൊണ്ട്. പിന്നെ അന്നേരം പറഞ്ഞ് പിച്ചിരി കഴിഞ്ഞപ്പം അച്ഛൻ വിളിക്കുന്നു, അയ്യോ വിവഞ്ചിയെ ഇനി കൊണ്ടുവരണം, അവരുടെ കിടന്ന് കരയുന്നിരിക്കുന്നെന്നും പറഞ്ഞൊക്കെ. എന്തായാലും അത് സ്വാഭാവിക സംഭവം, പോട്ടെ, ഏത് ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ ഇങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 1 വർഷത്തിലാണ്, ഈ പ്രസവത്തിന് മുമ്പും തൊട്ടാണെന്ന് തോന്നുന്നു ഇവരെ പ്രശ്നം. ഞാൻ അവിടെ നിന്നല്ലോ 1 വർഷം, ഒരു വഴക്ക് ഞാൻ കണ്ടിട്ടില്ല. അവരെന്തെങ്കിലും ഉണ്ടെങ്കിലും കാറിനകത്തിരുന്നൊക്കെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വരാൻ ഞാൻ എന്താ വല്ലായിരിക്കും, രണ്ടുപേരും ചിരിച്ചോണ്ട്. അതാണ് അവിടാണ് എനിക്ക് അവിടെ നിന്നിട്ട് പോലും നമുക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ലാസ്റ്റ് നിമിഷത്തിലെന്ന് പറയുന്നത് ഇവന് ഇത്രയും കാശ് 4-5 ലക്ഷം രൂപ ശമ്പളമുണ്ട്, അതുപോലെ തന്നെ മോളെ ശമ്പളമുണ്ട്. അതും കഴിഞ്ഞിട്ട് ഇവന് കമ്പനി കോൺട്രാക്റ്റുകൾ മറിച്ച് വയ്ക്കാൻ തുടങ്ങി.
അപ്പം മോള് പറഞ്ഞു ഇത് ശരിയായി പോകുന്നില്ല, ഇത്രയും പൈസ നിതീഷിൻ്റെ കൈ വന്നിട്ടില്ലാതിരിക്കാൻ എന്താ അവിടുത്തെ ചിലവ്? ഒരു ചിലവും പ്രത്യേകിച്ചില്ല. അവർ ഈ പറയുന്നെങ്കിലും നമ്മളെ ഈ നാട്ടിലെ കണക്കുള്ള ജീവിതം അങ്ങ് ആർഭാടമായിട്ടൊന്നും അങ്ങ് ചിലവ് അവൻ ചിലവാക്കിയൊക്കെ ചെയ്യും. പക്ഷെ എങ്കിലും അവൾക്ക് അന്നേരം സംശയം, ഇത്രയും കാശുകൾ ഇത് എങ്ങോട്ട് പോന്നു? അപ്പോൾ അവൾ പറഞ്ഞു ഇനി കമ്പനിയെ ചീറ്റ് ചെയ്താൽ ഞാൻ കണിശമായിട്ട് പറഞ്ഞു കൊടുക്കും. അവൾ പറഞ്ഞതല്ല, കമ്പനി ഇനി ചീറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു കൊടുക്കും. കാര്യം നിൻ്റെ കൈ പൈസ എന്ത് ചെയ്യും അത്രയും ചെയ്തിട്ട്? അതൊക്കെ അവന് പേടിയുണ്ട്. പിന്നെ ഇവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ പോയി ചത്തുകളയും കേട്ടോ. അതുകൊണ്ട് എന്താ ഇവൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, കൂട്ടും കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ വരട്ടുന്നതാണ്. ഉപദ്രവിക്കും എന്നുള്ളത് ഞാൻ ചെന്നപ്പോൾ ഉപദ്രവം ഇല്ലല്ലോ. ഞാൻ ചെല്ലുമ്പോൾ അടിയും ഒന്നുമില്ല. പക്ഷേ ഈ ലാസ്റ്റ് നിമിഷത്തിൽ മാത്രം എന്തോ ഈ ചീറ്റിങ് പ്രശ്നം പറഞ്ഞ് എന്തോ വഴക്കിട്ട് അന്നേരം പിന്നെ അവൻ നമ്മളരിക്കൊക്കെ പിന്നെ അതുമല്ല നമുക്ക് നിൽക്കാൻ തോന്നത്തില്ല സാറേ. ഈ നമ്മൾ സ്വസ്ഥതയും സമാധാനം ഇല്ലാത്തടത്ത് നമുക്ക് സ്വസ്ഥതയും സമാധാനക്കേടല്ല. ഇവരച്ഛനോ പെങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിലെ ഒരു ജോലിക്കാരിയുടെ മട്ടുപോലെ അവർ നമ്മളെ കാണുന്നത്. അവർക്ക് എന്തോ ഒരു എന്തെങ്കിലും അർഹതയില്ലാത്ത എന്തോ നമ്മൾ ഡ്രസ്സ് അവർക്ക് എത്ര വില കൂടിയതല്ലാതെ, പിന്നെ നമ്മളെന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ പോയപ്പോൾ ഒരു ആക്രി മേടിക്കുന്നു. നമ്മളിപ്പോൾ അവിടെയൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ ഇട്ടെറിഞ്ഞ് കളഞ്ഞിട്ട് പോരുന്നു. അപ്പോൾ അത്രയും അങ്ങ് ക്വാളിറ്റിയിലോട്ട് നമ്മൾ ജീവിച്ചു വന്ന ചുറ്റുപാട് നമ്മളെ പിള്ളേരെ വളർത്തിയതും അങ്ങനെ തന്നെയല്ലേ. വീട്ടിലൊരാൾ വന്ന് നമ്മൾ കാണിക്കാൻ പറ്റില്ല, നമ്മളെ സാഹചര്യം അനുസരിച്ചുണ്ടെങ്കിൽ. അപ്പോൾ അന്നേരമൊക്കെ അവൻ പറയുന്നു, ഓ നിന്റെ അമ്മ ആക്രി പറക്കുക അവിടെ ചെന്ന് നല്ലത് മേടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നത്. അതൊന്നും അവൾ അത്ര വിട്ടു പറയത്തില്ല. വലിയ പറഞ്ഞ നമ്മളിപ്പം വന്നിട്ട് അവർക്കൊരു ഭാരം ഉണ്ടാക്കി കൊടുക്കരുന്നല്ലേ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്വന്തം പൈസയാണ് കുഞ്ഞുങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾ ഏത് രക്ഷകർത്താവ് പോയാലും കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് അധികം പൈസ ചെലവാക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവരങ്ങനല്ല, അത് അവന് മനസ്സിലായില്ല. ഏതായാലും ഇനിയിപ്പോൾ ഉള്ള നടപടികൾ പോലീസിന് നമ്മുടെ വക്കീലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പോസിറ്റീവായിട്ട് ഇവൻ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടപടിയെടുത്ത് ഇവനെ ശിക്ഷിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചുറ്റുപാടുകൾ ഉണ്ടോ? നമുക്ക് ഇതിനെക്കാട്ടി ഉപരി എനിക്ക് ശിക്ഷിക്കേണ്ടത് പെങ്ങളെ അച്ഛനെയാണ്. ഞാൻ മൂന്നാമതേ നിതീഷിന് കൊടുക്കുന്നോളൂ. ഫസ്റ്റിൽ എനിക്ക് പെങ്ങളെ അച്ഛനെ നിയമത്തിൻ്റെ പുറത്ത് കൊണ്ടുവരണം, തക്കതായ ശിക്ഷയും കൊടുക്കണം. കാര്യം ഒരു പയ്യൻ ചെന്ന് കല്യാണം കഴിച്ചാൽ അവൻ്റെ ഭാര്യയ്ക്കും കൂടെ സ്വാതന്ത്ര്യം വേണം. പിന്നെയും ഫുൾ അവകാശവും അച്ഛനും പെങ്ങൾക്കും വേണമെന്ന് പറയാൻ നമ്മൾ അനുവദിക്കുമോ? ഭാര്യയും കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, അതാണ് ആദ്യം വേണ്ടത്. അതിനനുവദിക്കാതിരിക്കുന്ന ഓരോ അച്ഛനും പെങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാവരുത്. പക്ഷെ അമ്മയുള്ള സമയത്ത് വലിയ കൈകടത്തിലുണ്ടായിരുന്നില്ല. അപ്പം അതൊരു പേടിയുണ്ടായിരുന്നു. അത് പേടിയാണല്ലോ. അപ്പം കയറി കൈകടത്തിയ നിനക്കെന്താടിയെന്ന് ചോദിക്കാം. കാരണം നമ്മുടെ ജീവിതം കണ്ടതായതുകൊണ്ട്. എന്നാലും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അവളെ വയറയ്ക്കും, വിട്ടുകളമോളെ എന്ന് ഞാൻ പറയാറുള്ളൂ. അതിന് എരികേറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല. പക്ഷേ ഇത് പറഞ്ഞില്ലേ സാറേ, അവന് സ്നേഹമുള്ളവനായിരുന്നു. അവൻ അതിനൊരു അവസരം ഇവർ കൊടുക്കൂല. സ്നേഹിക്കാനും അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും. പറഞ്ഞില്ലേ ആ കൊച്ചും അതും പറയുന്നത്, ആ കൊച്ചും ഫ്രണ്ട്സുമായിട്ട് എവിടെങ്കിലും പോയിട്ട് വന്ന ആ സ്പോട്ടിൽ അവൾ ഉടനെ അച്ഛനെ വിളിച്ചറിയോ ഞങ്ങളെ കൂടെ വരാതെ അവർ വേറെ പോയിരിക്കുന്നു പറഞ്ഞു. അച്ഛൻ ഉടനെ അയ്യോ അമ്മയില്ലാത്തതിൻ്റെ പെങ്ങളല്ലേ ഉള്ളത് എന്നും പറഞ്ഞ് 24 മണിക്കൂർ ഒരു ദിവസം ഏതാണ്ട് പറഞ്ഞപ്പോൾ മൂപ്പലം പറഞ്ഞ് അവന് എന്താ വേണം പെങ്ങളൊരിക്കൽ ചെന്ന കാശ്. ഞാൻ പറഞ്ഞു അച്ചാച്ചി അങ്ങനെ പഠിപ്പിക്കരുത്, ഒരു പെങ്ങളായിട്ടോ ആങ്ങളെ ആവട്ടോ അവിടെ കിടക്കുന്നു പറഞ്ഞ് എന്താവശ്യത്തിന് അവളെ മുമ്പിൽ പോയി കൈനീട്ടാനല്ല പഠിപ്പിക്കേണ്ടത്, സ്വന്തം കാലം നിൽക്കാൻ പഠിപ്പിക്കുക. അല്ല ഇവന് ഇത്ര ശമ്പളമുള്ളവൻ എന്തിനാ വലിയൊരെണ്ണം കൊണ്ട് കൈ നീട്ടുന്നത്? പെങ്ങളൊക്കെ കൊടുക്കുന്നതിനകത്ത് വേറൊരു കാര്യമുണ്ട്. പെങ്ങൾക്ക് ഈ കോൺട്രാക്റ്റുകൾ ഉറച്ചിരിക്കുമ്പോൾ അതിനുള്ളതായ സ്വർണ്ണമായാലും പണമായാലും അവളെ കിട്ടിക്കൊണ്ടിരിക്കുക. അവൾ ചെയ്തിരിക്കുന്ന വില്ല മേടിച്ച് 3-4 പേർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് അവൾ ഷെയറിങ്ങിൽ താമസിക്കുന്നതാണ്. അപ്പം അവളെ പറ്റി സാറ് ചിന്തിച്ചു നോക്കാം എത്രത്തോളം വില്ല വിലക്ക് വാങ്ങിച്ചോളൂ. വില്ല വിലക്ക് മേടിച്ചിട്ടുണ്ട്, ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട്. അത് വാടക കൊടുത്തിട്ട് വാടകയ്ക്ക് 1, 2, 3 പാർട്ടിക്ക് വാടക കൊടുത്തിട്ട് അവള് ഷെയറിങ്ങിൽ താമസിക്കുന്നത്. പൈസയുടെ ആക്രാന്തവും ആ ഒരു ജീവിതം സാർ ആലോചിച്ച് നോക്കി. അപ്പൊ അത് ആക്രിയല്ല, നമ്മള് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന സാധനം വാങ്ങിക്കുന്നതാണ് നമ്മൾ ആക്രി വാങ്ങിക്കുന്നത്. അവള് ഈ ഫ്ലാറ്റ് സ്വന്തമായിട്ട് മേടിച്ചിട്ട്, ഫ്ലാറ്റല്ല വില്ലയാണ് മേടിച്ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു വില്ല മേടിച്ച് അവള് 3-4 പേർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് അവള് ഷെയറിങ്ങിൽ താമസിക്കുമ്പോൾ അവളാരാ? അപ്പോൾ അവളാരാന്നല്ല, അവളെ കാശിനോടുള്ള ആർത്തി എന്താണെന്ന് സാധിക്കും. പക്ഷെ ഇങ്ങനെയുള്ള പ്ലാനും പദ്ധതി ഒന്നും മോൾക്കില്ലായിരുന്നു, ഒരു ഫ്ലാറ്റ് വില്ല വാങ്ങിക്കാനോ? അല്ല, ഫ്ലാറ്റ് മേടിച്ചിരിക്കുന്നല്ലോ, അവൻ ഫ്ലാറ്റ് മേടിച്ചല്ലോ. അതും അച്ഛനും പെങ്ങളും പറഞ്ഞിട്ടാണ് മേടിച്ചത്. വലിയ 50 ലക്ഷത്തിൻ്റെ കാർ മേടിച്ചത് അത് അച്ഛനും പെങ്ങളും പറഞ്ഞിട്ടാണ് മേടിച്ചത്. ഭാര്യയ്ക്ക് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം.
അവർ കൂട്ടത്തോടെ ആക്രമിക്കുക എൻ്റെ മോൾ ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ. എൻ്റെ മോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു പെങ്ങളുണ്ട്, അളിയനുണ്ട്, വലിയച്ഛൻ്റെ മോനുണ്ട്, കോച്ചച്ഛൻ്റെ മോനുണ്ട്, പിന്നെ 10-18 വർഷം കൊണ്ട് താമസിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട്സുണ്ട്, അവരെല്ലാവരും ഉണ്ട്. എൻ്റെ മോൾ ഒറ്റയ്ക്കാണ്. അതിനുള്ള കഴിവില്ല. ഇപ്പം അമ്മ ഇതറിഞ്ഞിട്ട് അവിടെ ചെന്നു. അവിടെ ആരുണ്ടായിരുന്നു അമ്മയ്ക്ക് സഹായിക്കാൻ? അവിടെ സഹായിക്കാൻ എൻ്റെ മരുമോൾ ആൾക്കാരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത്, അവരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അന്നേരം അവളെന്താണ് അവർ വിളിച്ചുകൊണ്ട് വരും. അന്നേരം അവളെ ചിന്തിക്കുന്നത് എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടം, എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടമാണ്. അപ്പോൾ അമ്മയോടെ ചെന്നു. അത് കഴിഞ്ഞ് ഈ പോലീസ് സ്റ്റേഷനൊക്കെ പോയോ? സംസാരിച്ചോ അവരോടൊക്കെ? അവരോട് സംസാരിക്കാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? ഞാനൊന്നും ചെയ്തില്ല. എല്ലാം അവിടെ നിന്ന് കൊടുത്തതേ ഉള്ളൂ എൻ്റെ കൂടെ. എനിക്കതിനെപ്പറ്റി ഒന്നും അറിയാതെയും, നമുക്ക് ഭാഷ അറിഞ്ഞൂടാ, നമുക്കതിനെപ്പറ്റി ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഇവരുടെ ബോഡി എന്നാ കണ്ടത് അമ്മ? ചെന്ന ഉടനെ തന്നെ കാണാൻ പറ്റുമോ? ഇല്ലില്ല, അതിനൊത്തിരി നൂലാമാലകൾ ഉണ്ടായിരുന്നു. കാണാൻ തന്നെ നൂലാമാലുണ്ട്. കാണാൻ തന്നെ. പിന്നെ കോൺസുലേറ്റൊക്കെ ഇടപെട്ടൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പം എൻ്റെ മോളെ ബോഡി കൊണ്ടുവരുന്നതെന്ന് രാവിലെ ഞാൻ കണ്ടത്. കൊച്ചുമോളത് അതിൻ്റെ 2 ദിവസം അപ്പുറം അടക്കം കൊണ്ടുവരുന്നത്. അതും സംസ്കരിക്കാൻ കൊണ്ടുവരുന്ന ദിവസം ഞാൻ കണ്ടത്. പക്ഷെ അമ്മയ്ക്ക് വിഭജിക ആ കുഞ്ഞിനെ തന്നേച്ച് പോകണമായിരുന്നു എന്ന് അമ്മയ്ക്ക് തോന്നാറുണ്ടല്ലേ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ആഗ്രഹിക്കുന്നത് എൻ്റെ അതിനുവേണ്ടി പിന്നെ കടിപിടി കൂട്ടേണ്ടി വരും. എൻ്റെ മോള് ചെയ്തത് ശരി. കാര്യം ആ കുട്ടി എനിക്ക് കിട്ടത്തില്ല. അച്ഛനാണ് അവിടെ അവകാശം. അച്ഛൻ്റെ കയ്യിലിരിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എൻ്റെ മോൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഇതേപോലുള്ള നാത്തൂന്മാരാണ് ഉള്ളത് അവിടെ. ഒന്നാമത്തെ കാര്യം, ഒരു നാത്തൂനേ ഉള്ളൂ. ഒരു നാത്തൂനേ ഉള്ളൂ. അവളച്ഛൻ വെറും മോശക്കാരൻ. പിന്നെ അതിൻ്റെ സ്വന്തം ജന്മം കൊടുത്ത അച്ഛൻ പരസ്ത്രീ ബന്ധമുള്ളവൻ. അപ്പം പിന്നെ ഈ കുഞ്ഞിൻ്റെ ഗതി, അതൊരു പെൺകുഞ്ഞാണ്, അതിൻ്റെ ഗതി എന്താവും സാർ ചിന്തിക്കും നമ്മളെ ഇപ്പോഴത്തെ സമൂഹത്തിൽ വെച്ച്. ഒരു പെൺകുട്ടിയായിരുന്നു. അതിനെക്കാട്ടി നല്ലത് എൻ്റെ മോള് ചെയ്തപ്പോൾ അയ്യോ ചെയ്തല്ലോ, എങ്ങനെ അതിനവർക്ക് ആ സമയത്ത് എങ്ങനെ തോന്നി എന്നുള്ളത് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്. കാര്യം അത്ര പാവമായിരുന്നു ഈ കുട്ടി. പക്ഷെ ആ കുട്ടിക്ക് ജോലി ഉണ്ടായിരുന്നു, സ്വന്തമായിട്ടൊരു വേറൊരു ഫ്ലാറ്റ് എടുത്ത് താമസിച്ച് സുഖമായിട്ട് ഈ കുഞ്ഞിനെ വളർത്തി കാണിക്കാമായിരുന്നു. അവിടെ വേറൊരു നിയമമുണ്ട് സാറേ, അത്രയ്ക്കും വലിയ ഫ്ലാറ്റ് എടുത്തൊക്കെ ജീവിക്കാൻ അവളെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ അവിടെ ഒരു നിയമവും ഇവളെ ആരോ എന്തൊക്കെയോ പറഞ്ഞ് ധരിപ്പിച്ച്, കാര്യം ഡൈവോഴ്സ് ചെയ്ത കൊച്ചിനെ ഇവക്ക് കിട്ടൂല, അവിടുത്തെ നിയമപ്രകാരം അവനെ കിട്ടൂ. പിന്നെ ആർക്കാണ് സാമ്പത്തിക ശേഷി കൂടുതലുള്ളത് അവരുടെ കൂടെ, അവിടെ കുട്ടികളെ വളർത്തുന്നതിന് കുറേ റൂൾസ് ഉണ്ട്, അപ്പോൾ അവനെ കിട്ടൂ എന്നൊക്കെയുള്ള ധാരണയായി. അപ്പോൾ എല്ലാം നഷ്ടപ്പെടുമെന്ന് നമുക്ക് മനസ്സിലായി. എനിക്ക് എൻ്റെ ഭർത്താവിനെയും നഷ്ടപ്പെടും, കുഞ്ഞിനെയും നഷ്ടപ്പെടും. അതൊക്കെ ഇഷ്ടമല്ല. പക്ഷെ ഈ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പേ ഇവന്റെ സ്വഭാവം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവളൊരു പക്ഷേ അവള് ഡിവോഴ്സ് ചെയ്ത് അവള് മാറി. കുട്ടിയാവുന്നതിന് മുമ്പേ അവള് ചിന്തിച്ചെന്തറിയാം, ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോൾ മാറുമെന്ന് സുഹൃത്തുക്കളോ. അത് അപ്പൊ അതിനു മുമ്പ് ഉണ്ടായിരുന്നു സ്വഭാവം. പ്രശ്നം അതല്ലേ എന്തെങ്കിലും ഒരു. പിന്നെ നമ്മളെ പ്രശ്നം ഉണ്ടെന്ന് പറയാൻ അവളെന്തെങ്കിലും നമ്മളോട് പറയണം. നമ്മൾ നോക്കുമ്പോൾ അവർ ഹാപ്പി, അവർ ജോലിക്ക് ഒന്നിച്ച് പോകുന്നു, വരുന്നുമില്ല. പക്ഷേ ഈ പ്രശ്നങ്ങൾ കണ്ടില്ല, അതിനകത്ത് ഫോട്ടോസുകളൊക്കെ കണ്ടില്ല. അന്നേരമാണ് നമ്മളും ഈ ഒരു പെറ്റതല്ലേ ഞാനും ഫേസ്ബുക്ക് വഴി അറിയേണ്ടി വന്നെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കുഞ്ഞിനെ വിളിച്ച് കുറച്ച് നേരമൊക്കെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആരെങ്കിലും വിളിക്കും, അറിയാവുന്നവർ. അതാ പറയാം, അമ്മ എന്തിനാ ഈ നാട് വിളിച്ച് ചോദിക്കുന്നത്? ഞാൻ ഓഫീസിലല്ലേ പോകുന്നത്, ഇച്ചിരി ലേറ്റായി, ചിലപ്പം ലേറ്റാവും, ഇതൊക്കെ ഉണ്ട്, വർക്കുണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി. അല്ലെങ്കിൽ എൻ്റെ മക്കൾ 2 പേരും ഡെയിലിയിൽ എന്നെ വിളിക്കാറില്ല. ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ട്, മക്കളെ നിങ്ങളെ കാര്യങ്ങൾ നോക്കി സമയം കിട്ടുമ്പോൾ അമ്മയെ വിളിച്ചാൽ മതി, അമ്മയ്ക്ക് ഇവിടെ വിഷമമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് 2 മക്കളിലേക്കേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് പരാതിയും പരിഭവമൊന്നുമില്ല, നിങ്ങൾ ജീവിക്കാൻ മുന്നോട്ട് പോകും. 20 വർഷമായി. പോകുമ്പം എങ്ങനെയാണ് പോകുന്നതെന്നറിയോ? ഒരു വട്ടം പോയാൽ 9 വർഷം കഴിഞ്ഞൊക്കെ വരും. വന്നു കഴിഞ്ഞാൽ ആൾ വരുമെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ പോകുമ്പോൾ എന്തെങ്കിലും കടവടമൊക്കെ മേടിച്ച് പോകും, ആ കട ഞാൻ നികത്തും. പിന്നെയും പോകുമ്പം ചിലപ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ ഒരു 15,000 രൂപ അയച്ചു തരും, അല്ലെങ്കിൽ ഒരു 10,000 രൂപ അയച്ചു തരും. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് നാൾ ഈ നാട്ടിൽ നിന്ന് ഗുഡ്ഷെട്ടി വണ്ടി ഓടാൻ പോകും. അവിടെ എപ്പോഴെങ്കിലും ലോഡ് വരുമ്പം വന്ന് കിട്ടിയെങ്കിൽ കിട്ടി, ഇല്ല പക്ഷെ മദ്യപിക്കും, ഡെയിലി മദ്യപിക്കും. അങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ എന്തെങ്കിലും വഴി കാണുന്ന മേടിച്ചുകൊണ്ട് വരും എന്നല്ലാതെ പ്രത്യേകിച്ചൊരു നമ്മുടെ കൈ കൊണ്ടുവന്നൊരു സമ്പാദ്യം തരികയാവട്ടെ, അത് നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് മിച്ചം പിടിക്കാനാവട്ടെ, അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ഇല്ല. പിന്നെ
അന്ന് നമ്മളും വിചാരിച്ച് ശരി മക്കളെ എല്ലാവരും വിചാരിക്കും അടിച്ചു കളഞ്ഞു, അത് വേണ്ട ഉണ്ട്. പക്ഷേ നല്ല ദേഹോപദ്രവവും ചെയ്യുമായിരുന്നു. പക്ഷേ എന്നാലും ഈ മക്കൾക്ക് വേണ്ടി എങ്ങനെയെങ്കിലും പോട്ട് മക്കളോടും ഒരു ദുഷിപ്പ് ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. മോൻ കാണുമായിരുന്നു. എങ്കിലും അമ്മയോട് ആ സ്നേഹം ഉണ്ടെങ്കിലും പപ്പാൻ്റെക്ക് വിരോധം കാണിക്കത്തില്ല അവർക്ക്. അതില്ലായിരുന്നു. അതൊന്നുമില്ല. അങ്ങനെ എന്നെ പോലും വിളിക്കത്തില്ല. അല്ല, ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കുടുംബം മാന്യമായിട്ട് നോക്കുമായിരുന്നല്ലോ സാറേ. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അത് പുള്ളിയെ കൊണ്ടൊക്കത്തില്ല. അത് പുള്ളിയെ കൊണ്ടൊക്കൂല. എൻ്റെ അങ്ങനല്ല. ഇവർക്കും സംസാരിച്ചിട്ടില്ല. ഇതെല്ലാം കിടന്ന് ഇത്രയും കാലത്തോടെ അമ്മ കിടന്ന് ഇത്രയും കഷ്ടപ്പെട്ടു. നല്ലൊരു കാലഘട്ടം നല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സുഖകരമായെന്ന് പറയാൻ എനിക്കങ്ങനെ ഓർമ്മകളൊന്നുമില്ല. എൻ്റെ ഓർമ്മകൾ ഞാൻ പഠിച്ച കാലത്തെങ്ങാനും അല്ലാതൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും പറയാനില്ല. പിന്നെ എൻ്റെ മക്കൾ അവർ പ്രാപ്തരായപ്പം സുഖമായിരുന്നു എനിക്ക്. ഞാൻ ഒരു 3-4 വർഷം ഞാൻ ഖത്തറിലായിരുന്നു എൻ്റെ മോൻ്റെ കൂടെ. അപ്പോൾ അവിടെ ഒരു മെച്ചം കിട്ടുന്നില്ല. കുഞ്ഞുങ്ങളും വളർന്ന് വിദ്യാഭ്യാസമൊക്കെ ചെയ്യും, മെച്ചം കിട്ടുന്നില്ല. കാര്യം നമുക്ക് സാമ്പത്തികം ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ല. അങ്ങനെ വരുമ്പോൾ അവൻ ഒരു തീരുമാനം എടുത്ത് കാനഡയ്ക്ക് പോകാമെന്ന്. അങ്ങനെ അവൻ ഇപ്പം എൻ്റെ മോൻ ഈ സെപ്റ്റംബർ ആകുമ്പോൾ 2 വർഷമാവും പോയിട്ട്. കാര്യം അവൻ കോഴ്സ് ചെയ്യാനെന്നുള്ള രീതിയിൽ പോയി. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പം ഭാര്യയും 2 കുഞ്ഞുങ്ങളെയും ഡിപ്പെൻഡൻ്റ് വിസയിൽ കൊണ്ടുപോയി. അപ്പോൾ അതിനും ഉണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട്. അതവൻ്റെ വൈഫിൻ്റെ വീട്ടുകാരോ ചെയ്തിരിക്കുന്നത്. അവരെ കൊണ്ട് നമുക്കൊരു വിഷമവുമില്ല. അവർ നമുക്ക് ഓളിൻ്റെ ആളാണ്. നമ്മുടെ അക്കത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും A to Z വരെയുള്ള കാര്യങ്ങളും അവരാണ്. അതിനകത്ത് എനിക്ക് സന്തോഷമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.